എല്ലാവരും സേഫ് ആണല്ലോ അല്ലെ? ഓണമൊക്കെ കഴിഞ്ഞു. നമ്മൾ വീണ്ടും നമ്മുടെ ചാപ്റ്ററിലേക്ക് വരുന്നു അല്ലെ? നമ്മൾ ഏത് ചാപ്റ്റർ കഴിഞ്ഞ ദിവസം പഠിച്ചിട്ടിരുന്നേ ഓർമ്മയുണ്ടോ? ഏതാണ്? ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് ബൈ പ്രഭാത് കുമാർ മുഖോപാധ്യായ. ഓർമ്മയുണ്ടാവുമല്ലോ അല്ലെ? അത് ഓണത്തോടൊപ്പം തന്നെ പോയോ? പ്രഭാത് കുമാർ മുഖോപാധ്യായയുടെ ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചത് അല്ലെ? അപ്പൊ അതില് പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ്? മാഗി, മിസ്സസ് ക്ലിഫോർഡ്, പിന്നെ നമ്മുടെ നരേറ്റർ, നമ്മുടെ ആദർ മിസ്റ്റർ ഗുപ്ത അല്ലെ? മിസ്റ്റർ ഗുപ്ത, പിന്നെ ഫ്രാങ്കിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, മാഗിയുടെ ബ്രദർ അല്ലെ? അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയെന്ന് പറയുന്നത് ഈ മാഗിയുടെ അമ്മയ്ക്ക് സുഖമില്ലാതെ കിടക്കുന്ന സമയത്ത് നമ്മുടെ ഗുപ്ത അവിടെ വരികയും മിസ്റ്റർ ഗുപ്ത അവിടെ വരികയും അപ്പോ മാഗിക്ക് ഗുപ്തയോട് എന്തോ പറയണമെന്നൊരു ഒക്കെ മാഗി പറയുന്നിടത്താണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് ഓണത്തിന് മുൻപ് അല്ലെ? അപ്പൊ അങ്ങനെ എന്ന് പറയുന്നത് പേജ് നമ്പർ 59-ലാണ്. ടെക്സ്റ്റ് ഒക്കെ മേടിച്ചോ എല്ലാവരും? ഇവിടെ നിങ്ങൾ ടെസ്റ്റ് സംഘടിപ്പിച്ചോ? അലോട്ട്മെന്റ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ? അപ്പൊ നിങ്ങൾ ടെക്സ്റ്റ് ഒക്കെ ഇവിടെ നിങ്ങൾ വാങ്ങിക്കണേ. നിങ്ങൾക്ക് പുതിയ ടെക്സ്റ്റ് കിട്ടുന്ന സ്കൂളൊക്കെ തുറന്നാലേ സ്കൂളിൽ നിന്ന് ടെക്സ്റ്റ് കിട്ടും. ഇനിയിപ്പോ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് അങ്ങനെ സ്കൂളിൽ നിന്ന് ടെക്സ്റ്റ് തരുമോ എന്നുള്ളതിനെ കുറിച്ച് അറിയില്ല. എന്തായാലും പഴയ ടെക്സ്റ്റ് എവിടെ നിങ്ങൾ സംഘടിപ്പിക്കുക പറ്റുമെന്നുണ്ടെങ്കിൽ അതൊന്ന് സംഘടിപ്പിക്കുന്നതായിരിക്കും എന്ത് അല്ലേ? അപ്പൊ എന്നിട്ട് പേജ് നമ്പർ 59 എന്താ ചാപ്റ്റർ എന്നാണ് വായിച്ചു നോക്കണം കേട്ടോ. അപ്പൊ നമുക്ക് പേജ് നമ്പർ 59 നമുക്ക് എടുത്തതിന്റെ ബാക്കി എടുത്തു പോകാം. ഓക്കെ, റെഡി ആണല്ലോ അല്ലെ? യെസ്, കേട്ടോളൂ. നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ദിവസം ലാസ്റ്റ് നിർത്തിയത് കം ഇൻ ടു ദ സിറ്റിംഗ് റൂം ആൻഡ് ഐ വിൽ ടെൽ യു ഷീ ആൻസേർഡ്. സിറ്റിംഗ് റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ എന്താണ് പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയാമെന്ന് മാഗി ഗുപ്തയോട് പറഞ്ഞതാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് കഴിഞ്ഞ ദിവസം. ഓക്കെ, വി tiptoed carefully into the sitting room lest the sound of our footsteps should disturb the sick room. I turned when I reached the center of the room and remained standing there. What is it, Maggie? I repeated my question. We tiptoed carefully into the sitting room. നമ്മുടെ ആ സിറ്റിംഗ് റൂമിലേക്ക് ചെന്നു. Lest the sound of our footsteps should disturb the sick room. നമ്മൾ വളരെ സാവധാനത്തിലാണ് നമ്മുടെ ഒരു നടത്തം പോലും ആ സിക്ക് മണ്ണ് ഒരു ബുദ്ധിമുട്ടുണ്ടാകരുത് എന്നുള്ള നിലയിലാണ്. I turned when I reached the center of the room. ഞാൻ ആ റൂമിന്റെ സെന്ററിലേക്ക് ചെന്നു. ഇവിടെ ചെന്നിട്ട് remain standing there. ഞാൻ അവിടെ നിന്നു. What is it, Maggie? I repeated my question. ഞാൻ മാഗിയോട് ചോദിച്ചു, What is it, Maggie? I repeated the question. എന്താണ് മാഗി? എന്താ പ്രശ്നം? Maggie gazed up into my face with the beseeching eyes. മാഗി എന്നെ ഇങ്ങനെ യാചനാപൂർവമായിട്ട് മാഗി എന്നെ ഇങ്ങനെ നോക്കി. I waited. Then she covered her face with her hands and wept silently. Then she covered her face. പെട്ടെന്ന് അവളെ കൈകൾ കൊണ്ട് മുഖം പൊത്തി. With her hands and wept silently. അവളങ്ങോട്ട് കരയുവാൻ തുടങ്ങി അല്ലേ? മാഗി പെട്ടെന്ന് അങ്ങോട്ട് കരയുവാൻ തുടങ്ങി. I was in a fix. ഞാൻ ആകർന്നു വിട്ടു. What could I say to console this child? ഈ കുട്ടിയെ ഞാൻ എങ്ങനെ ആശ്വസിപ്പിക്കണ്ടേ? Her brother was fighting on the frontier. അവളുടെ ബ്രദറാണെങ്കിൽ അതിർത്തി പ്രദേശത്ത് എന്താണ് അവിടെ എനിമീസുമായിട്ട് ഫൈറ്റ് ചെയ്യുന്ന ഒരവസ്ഥ. Only God knew whether he was alive or dead. ദൈവത്തിന് മാത്രമേ അറിയാവുള്ളൂ അയാൾ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചു എന്നുള്ള കാര്യം. Her mother was the only person she had on her. അവളുടെ ഭൂമിയിലുള്ള ഒരേ ഒരു അവകാശി എന്ന് പറയുന്നത് ഇവളുടെ മദറാണ്. If she lost her, ആ അമ്മയെ കൂടി ഇവൾക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ what would happen? എന്തായിരിക്കും അവിടെ സംഭവിക്കുക? Where in London could this girl on the threshold of adolescence do? ഈ ഒരു കൗമാര ദിശയിലുള്ള ഒരു കുട്ടിക്ക് ഈ ലണ്ടൻ എന്ന് പറഞ്ഞ സിറ്റിയിൽ അധിക നാൾ എങ്ങനെ ജീവിക്കുവാൻ കഴിയുമെന്നുള്ള ചിന്ത കൂടി എന്റെ മനസ്സിലേക്ക് വന്നു. I pulled her hands away from her face. ഞാൻ അവളുടെ കൈകള് മുഖത്ത് നിന്ന് മെല്ലെ മാറ്റി. Tell me what you wish me to do. മാഗി, ഞാൻ എന്താ നിനക്ക് ചെയ്യേണ്ടത്? ഞാൻ എന്താ നിനക്ക് ചെയ്തു തരേണ്ടത്? If there is anything I can do to help you, I shall not hesitate. If there is anything I can do to help you, നിനക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്നുണ്ടെങ്കിൽ I shall not hesitate. ഞാൻ വിട്ടും വഴി വിചാരിക്കില്ല. നിനക്ക് എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്തു തരാം. എന്താണ് വേണ്ടതെന്ന് നീ പറയും. Mr. Gupta, the girl said. Mr. Gupta, I do not know what you will think of the request I am going to make. ഞാൻ താങ്കളുടെ ഒരു റിക്വസ്റ്റ് നടത്തുകയാണ്.
ഞാൻ താങ്കളോട് റിക്വസ്റ്റ് നടത്തുമ്പോഴേക്കും താങ്കൾ അത് എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല. പ്ലീസ് ഫോർഗിവ് മീ ഇഫ് ഇറ്റ് ഈസ് വെരി വെരി റോങ്. ഞാൻ എടുക്കുന്ന റിക്വസ്റ്റ് തെറ്റാണെങ്കിൽ അങ്ങ് എന്നോട് എന്ത് ചെയ്യുക? ക്ഷമിക്കുക. അല്ലെ? പ്ലീസ് ഫോർഗിവ് മീ ഇഫ് ഇറ്റ് ഈസ് വെരി വെരി റോങ്. ഒരുപക്ഷെ ഞാൻ അങ്ങയോട് നടത്തുന്ന റിക്വസ്റ്റ് തെറ്റാണെങ്കിൽ അങ്ങ് എന്നോട് ദയവായി പൊറുക്കുക. What is it? What do you wish to ask? എന്താണ് നീ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ മാഗി പറഞ്ഞു, all day yesterday mother kept saying that if Mr. Gupta would come and gaze into the crystal, he might learn something about Frank. Mr. Gupta is a Hindu, she said. If only he would come, she said. That is why I wrote to you. All day yesterday, ഇന്നലെ മുഴുവനും mother kept saying that അമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു that if Mr. Gupta would come and gaze into the crystal, മിസ്റ്റർ ഗുപ്ത വന്നിട്ട് ആ നേരത്തിരുന്ന റിംഗിലെ ആ ക്രിസ്റ്റൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ he may learn something about Frank. അവൻ എന്തെങ്കിലുമൊക്കെ അയാൾക്ക് ഫ്രാങ്കിനെ കുറിച്ച് അറിവ് കിട്ടിയേനെ. അല്ലെ? ക്രിസ്റ്റൽ ഗേസിംഗ്. ആ ക്രിസ്റ്റൽ ഗുപ്തയ്ക്ക് ആ ക്രിസ്റ്റൽ നോക്കി കഴിഞ്ഞാൽ ഫ്രാങ്കിനെ കുറിച്ച്, ഫ്രാങ്ക് ഇപ്പൊ എന്ത് ചെയ്യാതിരിക്കുന്നതിനെ കുറിച്ചൊക്കെ അറിവുണ്ടാവുമെന്നാണ് ഈ അമ്മ കരുതുന്നത്. അപ്പൊ അതിനെ കുറിച്ച് അമ്മ നമ്മുടെ മാഗിയോട് പറഞ്ഞു. മിസ്റ്റർ ഗുപ്ത is a Hindu, she said. If only he would come, she said. That is why I wrote to you. അദ്ദേഹം ഒന്ന് വന്നിരുന്നെങ്കിൽ വന്ന് ക്രിസ്റ്റൽ നോക്കിയിരുന്നെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഫ്രാങ്ക് എന്ത് ചെയ്യുന്നുണ്ട് എന്ന് ഗുപ്തയ്ക്ക് അറിയാൻ കഴിയുമായിരുന്നു. അതുവഴി നമ്മുടെ ഫ്രാങ്കിന്റെ വിവരവും ലഭിച്ചേനെ. അല്ലെ? That's why I wrote to you. അതുകൊണ്ടാണ് താങ്കളോട് വരുവാനായിട്ട് ഞാൻ എഴുതിയത്. If you want me to try once more, go and bring me to the ring, Maggie. Of course I will do it. If you want me to try once more, go and bring me the ring, Maggie. Of course I will do it. ശരി, ഒരു പ്രാവശ്യം കൂടി ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പോയി ആ റിംഗ് കൊണ്ടുവരും. But if you don't see anything again this time, ഇപ്പൊ മാഗി തിരിച്ചോട് ചോദിച്ചു, but if you don't see anything again this time, ഇപ്പോൾ നോക്കുമ്പോഴും അതിലൊന്നും കണ്ടില്ലെങ്കിലോ? I understood what Maggie meant. എനിക്ക് മനസ്സിലായി മാഗി എന്താണ് ഉദ്ദേശിച്ചത്. I remained silent. Mr. Gupta, I have read in books that Hindus are extremely truth-loving. If you could bring yourself to tell the mother only once after looking into the crystal, what Frank is all right, that he is alive, will it be too much for a lie? Will it be very very wrong? As she spoke, tears streamed from her eyes. ഇപ്പോ ഈ നമ്മുടെ മാഗി എന്നോട് പറഞ്ഞത്, മിസ്റ്റർ ഗുപ്ത, I have read in books that ഞാൻ പുസ്തകങ്ങളിലും മറ്റൊക്കെ വായിച്ചിട്ടുണ്ട്. ഹിന്ദുസ് ആർ എക്സ്ട്രീംലി ട്രൂത്ത് ലവിംഗ്. ഹിന്ദുസ് തീർച്ചയായിട്ടും ട്രൂത്ത് ലവിംഗ് ആയിട്ടുള്ള പേഴ്സൺസ് ആണ് എന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. If you could bring yourself to tell the mother only once, ഇപ്പോ താങ്കള് if you could bring yourself to tell mother only once after looking into the crystal, താങ്കൾ ഇപ്പോൾ ഈ ക്രിസ്റ്റൽ നോക്കിയിട്ട് that Frank is all right, ഫ്രാങ്ക് ഓൾ റൈറ്റ് ആണ് എന്ന്, കുഴപ്പമില്ല എന്നില്ല എന്ന് അമ്മയോട് പറയുകയാണെങ്കിൽ, ഇഫ് ദാറ്റ് ഈസ് അലൈവ്, അദ്ദേഹം അലൈവ് ആണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, വിൽ ഇറ്റ് ബി ടു മച്ച് ഫോർ എ ലൈവ്? അതൊരു കള്ളമാകും എന്ന് വെച്ച് കഴിഞ്ഞാല് താങ്കളൊന്നും കണ്ടില്ലെങ്കിൽ പോലും ഫ്രാങ്ക് നന്നായി സുഖമായിരിക്കുന്നു എന്ന് താങ്കൾ അമ്മയോടൊന്ന് പറഞ്ഞു കഴിഞ്ഞ ആ ഒരു കള്ളം താങ്കൾക്ക് പറയുന്നതിൽ ബുദ്ധിമുട്ട് ഉണ്ടല്ലോ എന്നാ പറയും. Will it be very very wrong? As she spoke, tears streamed from her eyes. ഇത് പറയുമ്പോഴേക്ക് ഈ പെൺകുട്ടിയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ഇങ്ങനെ വീണു. I thought it's over. I'm not very virtuous. I have done many sinful things. So she decided to do this. So I decided to do this. It would be the least of my offenses. Please, Maggie, don't cry. Where is the ring? Let me take a good look at this time. If I do not see anything, I shall do as you suggest. God will forgive me if it is wrong. I thought it over. ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിച്ചു. I am not very virtuous. ഞാൻ അത്രയൊന്നും നന്മയുള്ള ഒരു മനുഷ്യനൊന്നുമല്ല. I have done my sinful things. ഒത്തിരിയൊക്കെ കൊച്ചു കള്ളത്തരങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. So I decided to do this. I would be the least of my offenses. ഞാൻ ഇത് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇതിന്റെ ഏറ്റവും കുഞ്ഞൊരു കള്ളമായി. Please, Maggie,
ഡോണ്ട് ക്രൈ മാഗി, നീ കരയണ്ട. Where is the ring? എവിടെയാ ഇറങ്ങിയിരിക്കുക? Let me take a good look at this at it this time. നമുക്ക് ഇപ്പൊ നന്നായിട്ട് നോക്കാം. If I do not see anything, I shall do as you suggest. ഞാൻ ഇതിനകത്തൊന്നും കണ്ടില്ല എങ്കിൽ നീ പറഞ്ഞതുപോലെ ഞാൻ ചെയ്യാം. God will forgive me if it is not. അത് തെറ്റാണെങ്കിൽ നീ എന്നോട്. മാഗി brought me the ring. മാഗി ഇറങ്ങിക്കൊണ്ട് വന്നു. I look it and said them. ഞാൻ നോക്കിയിട്ട് പറഞ്ഞു, see if your mother is awake. നോക്ക് അമ്മ ഉണർന്നിരിക്കുകയാണോ ഇല്ലയോ എന്ന്. 15 minutes passed before Maggie came back. 15 മിനിറ്റ് കഴിഞ്ഞതിന് മുമ്പ് തന്നെ മാഗി വന്നു. Mother is awake, she said. I have told her you are here. അമ്മ ഉണർന്നിരിക്കുകയാണ്. ഞാൻ അമ്മയോട് പറഞ്ഞു താങ്കൾ ഇവിടെ വന്നിട്ടുണ്ട് എന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു. May I see her now? ഞാനിപ്പോ അമ്മയൊന്ന് കണ്ടോട്ടെ. Please come. വരൂ. I approached the mother's bedside. ഞാൻ അമ്മയുടെ ബെഡ്സൈഡിൽ The ring was in my hand. ആ റിംഗിന്റെ കയ്യിലുണ്ട്. Wishing her good morning, I said. അവർക്ക് ഒരു ഗുഡ് മോർണിംഗ് വിഷയത്തിന് ശേഷം I said, Mrs. Clifford, your son is alive. Mrs. Clifford, താങ്കളുടെ മകൻ സുഖമായിരിക്കുന്നു. He is well. അവൻ വളരെ സുഖമായിരിക്കുന്നു. അവന് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല. അവൻ ജീവനോടെയുണ്ട്. അവൻ സുഖമായിരിക്കുന്നു എന്ന് ഞാൻ ആരോട് പറഞ്ഞു? Mrs. Clifford പറഞ്ഞു. The old woman raised her head a little off the pillow. ഇത് കേട്ടപ്പോഴേക്ക് ആ ഓൾഡ് വുമൺ അവരുടെ ആ പില്ലോയിലേക്ക് കുറച്ച് വന്നിരുന്നു. Did you see that in the crystal? She asked. ഓ, ആ ക്രിസ്റ്റലിലൂടെ എന്റെ മകനെ കണ്ടുവല്ലേ? Yes. Yes, Miss Clifford. I answered without any hesitation. I have seen it. Yes, Mrs. Clifford. ഞാൻ അവനെ കണ്ടു, Mrs. Clifford. I answered without any hesitation. ഒരു മടിയുമില്ലാതെ ഞാൻ പറഞ്ഞു. I have seen it. ഞാൻ അവനെ കണ്ടു. Her eyes dropped back. Tears of happiness wailed from her eyes. അവരുടെ കണ്ണുകളിൽ നിന്ന് സന്തോഷമുള്ള കണ്ണീർ, ആനന്ദ കണ്ണീർ ഇങ്ങനെ പൊഴിഞ്ഞു. She whispered faintly. അവരിങ്ങനെ മന്ത്രിച്ചു, God bless you, God bless you. ദൈവം താങ്കളെ അനുഗ്രഹിക്കട്ടെ, ദൈവം താങ്കളെ അനുഗ്രഹിക്കട്ടെ. Mrs. Clifford recovered. ഈ ഒരു വാർത്തയിൽ കൂടി ആര് റിക്കവറായി? മിസ്സസ് ക്ലിഫോർഡ് അവിടെ റിക്കവർ. It was almost time for me to return to my country. Okay, Miss Clifford അവിടെ റിക്കവർഡ് ആയി. എനിക്ക് അവിടുത്തെ ജോലിയൊക്കെ അവസാനിപ്പിച്ച് എനിക്ക് ഇന്ത്യയിലേക്ക് വരേണ്ട സമയം. I wished to go to Lambeth to say goodbye to Maggie and her mother, but the family was in mourning. Frank had been killed in the fighting on the frontier. A month ago, May had sent me a card with a black border. I calculated from the date and found that Frank had been dead some days when I told his mother he was alive and well. I felt ashamed to face Miss Clifford, so I wrote a letter to them announcing my departure and bidding them goodbye. It was almost time for me to return my country. എനിക്ക് ഇവിടുത്തെ ജോലിയൊക്കെ അവസാനിപ്പിച്ച് എന്റെ രാജ്യത്തേക്ക് തിരിച്ചു വരേണ്ട സമയത്ത് I wished to go to Lambeth to say goodbye to Maggie and her mother. അവിടെ പോയി മാഗിയോടും അമ്മയോടും ഗുഡ് ബൈ ഒക്കെ പറഞ്ഞിട്ട് പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. But the family was in mourning. But ആ ഫാമിലി, ആ കുടുംബം എന്ന് പറയുന്നത് വളരെ ദുഃഖത്തിലാണ് ഇപ്പോൾ. ബിക്കോസ് എന്താണ്? ഫ്രാങ്ക് ഹാഡ് ബീൻ കിൽഡ് ഇൻ ഫൈറ്റിംഗ് ഓൺ ദ ഫ്രോണ്ടിയർ. അതിർത്തിയിൽ വെച്ച് നടന്ന ഒരു യുദ്ധത്തില് ആര് കൊല്ലപ്പെട്ടു? ഫ്രാങ്ക് കൊല്ലപ്പെട്ടു. ഒരു മാസം മുമ്പ് മാഗി ഹാഡ് സെൻഡ് മീ എ കാർഡ് വിത്ത് എ ബ്ലാക്ക് ബോർഡർ. ഒരു മാസം മുമ്പാണ് മരണപ്പെട്ടത്. മാഗി ഇത് അറിയിച്ചുകൊണ്ട് എനിക്കൊരു കാർഡ് അയച്ചിരുന്നു. I calculated the date and found that Frank had been dead some days when I told his mother he was alive and well. ഞാൻ ആ ഡേറ്റ് ഒക്കെ ഒന്ന് കാൽക്കുലേറ്റ് നോക്കിയപ്പോഴേക്ക് ഞാൻ മിസ്സസ് ക്ലിഫോർഡിന്, അതായത് മാഗിയുടെ അമ്മയോട് ഫ്രാങ്ക് ജീവിച്ചിരിപ്പുണ്ട് എന്ന് പറയുന്നതിന് മുൻപ് തന്നെ ആര് കൊല്ലപ്പെട്ടിരുന്നു? ഫ്രാങ്ക് കൊല്ലപ്പെട്ടു. I felt ashamed to face Mrs. Clifford. എനിക്ക് മിസ്സസ് ക്ലിഫോർഡിനെ പിന്നീട് ഫേസ് ചെയ്യാനായിട്ട് എനിക്ക് കഴിയുമായിരുന്നില്ല. So I wrote a letter to them announcing my departure and bidding them goodbye. ഞാൻ അതുകൊണ്ട് തന്നെ അവർക്കൊരു എഴുത്തെഴുതി വൈദ്യാർക്കോട് അയക്കാൻ വിചാരിച്ചു. എന്നിട്ട് ഞാൻ അവിടുന്ന് പോകുകയാണെന്ന് പറയാനായിട്ടാണ് ഞാൻ തീരുമാനിച്ചത്. The morning of my last day in London dawned. എന്റെ ലണ്ടനിലെ അവസാനത്തെ പ്രഭാതം. I was to leave before night. അന്ന് വൈരാത്രിക്കും എനിക്ക് എടുത്തിരിക്കും. As I was breakfasting with the family, ഞാൻ എന്റെ ഫാമിലിയുള്ള കുടുംബമായിട്ട് ഞാൻ ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ there was a knock at the door. ആരോ ഡോറിലും. A minute or later, the maid came in and announced. 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്ക് മെയ്ഡ് വന്നിട്ട് പറഞ്ഞു. The maid came and announced,
Please, Mr. Gupta, Miss Clifford has come to see you. Mr. Gupta, Miss Clifford താങ്കളെ കാണാനായിട്ട് വന്നിരിക്കുന്നു. Miss Clifford means Maggie. Mrs. Clifford അല്ല, Miss Clifford താങ്കളെ കാണാനായിട്ട് വന്നു. My breakfast was unfinished. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ ബ്രേക്ക്ഫാസ്റ്റ് ഫിനിഷ് ആയിട്ടില്ല. Maggie had come to say goodbye. Maggie എന്നോട് ഗുഡ് ബൈ പറയാൻ വന്നായിരിക്കാം. Lest she would be late for the office because of me, I took the permission of my hostess and got up from the table. അപ്പോ ഞാൻ അവിടെ മാഗി അധിക നേരം നിർത്തി താമസിപ്പിക്കണം എന്ന് വെച്ചിട്ട് ഞാൻ എന്റെ അവിടെ കഴിച്ചിരുന്ന മറ്റുള്ളവരോട് ഞാൻ ഒരു പെർമിഷൻ, അതായത് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ പെട്ടെന്ന് കഴിഞ്ഞ് പോകാൻ പാടില്ല, പോകുകയാണെങ്കിൽ മറ്റുള്ളവർ പെർമിഷൻ, അതൊരു ആചാര മര്യാദ അല്ലെ. ഒരുമിച്ച് ആഹാരം കഴിക്കുമ്പോഴൊക്കെ ഇരുന്ന് ഒരുമിച്ച് കഴിച്ച് ഒരുമിച്ച് എഴുന്നേറ്റ് പോകുന്നതാണ് ഒരു രീതി. അപ്പോ ഞാൻ ഇടയ്ക്ക് എഴുന്നേൽക്കുമ്പോഴേ ഞാൻ മറ്റുള്ളവരോട് ഞാൻ എന്താണ് പെർമിഷൻ ചോദിച്ചു. Permission of my hostess and got up from the table. Maggie was standing in the hall. She was wearing black. Maggie ഹാളിൽ നിൽക്കുകയാണ്. Maggie ബ്ലാക്ക് ഡ്രസ് ഒക്കെയാണ് വെച്ചത്. I took her into the adjoining library and made her sit down. ഞാൻ മാഗിയെ തൊട്ടടുത്ത ലൈബ്രറിയിലേക്ക് കൊണ്ടുപോയി അവിടെ ഇരുത്തി. Are you leaving today? She asked. മാഗിയോട് ചോദിച്ചു, താങ്കൾ ഇന്ന് പോവുകയാണല്ലേ? Yes. Today is the day of my departure. അതേ മാഗി, ഇന്നാണ് ഞാൻ ഇവിടെ പോകുന്നത്. How long will it take you to reach your country? താങ്കൾ എന്നായിരിക്കും, എത്ര ദിവസം എടുക്കും ഇവിടുന്ന് ഇവിടെ എത്തുവാനായിട്ട്? A little more than 2 weeks. 2 ആഴ്ച കുറയാതെ. In what part of the country do you live? താങ്കൾ എവിടെയാ താമസിക്കുന്നത്? I have entered the Punjab civil service. ഞാൻ പഞ്ചാബ് സിവിൽ സർവീസിലേക്കാണ് പോകുന്നത്. I shall not know exactly where I am posted until I arrive there. അവിടെ എത്തുന്നത് വരെ എനിക്ക് അറിയില്ല. എനിക്ക് കൃത്യമായിട്ട് എവിടെയാണ് എന്റെ പോസ്റ്റ് എന്നുള്ള കാര്യം എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അവിടെ ചെന്നാൽ മാത്രമേ എനിക്ക് അറിയുവാനായിട്ട് സാധിക്കുള്ളൂ എന്ന് ഞാൻ ആരോട് പറഞ്ഞു? Is the frontier very far from here? ഫ്രോണ്ടിയർ എന്ന് പറയുന്നത് അതിർത്തി പ്രദേശം. എന്റെ ബ്രദർ വർക്ക് ചെയ്തിരുന്ന ഫ്രോണ്ടിയർ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഒരുപാട് ദൂരത്തിലാണോ? നോ, നോട്ട് വെരി. ഇല്ല, ഒരുപാട് ദൂരത്തിലൊന്നുമല്ല. Frank is buried at Fort Monroe near Darakhasi. The girl's eyes were filled with the tears as she spoke. ഇപ്പോ മാഗി പറഞ്ഞു, ഫ്രാങ്ക് ഈസ് ബറീഡ് അറ്റ് ഫോർട്ട് മൊൺറോ. ഫോർട്ട് മൊൺറോ എന്ന് പറയുന്ന സ്ഥലത്താണ് ഫ്രാങ്കിനെ അടക്കം ചെയ്തിരിക്കുന്നത്. നിയർ ഡറാഖാസി. ഫോർട്ട് മൊൺറോ എന്ന് പറയുന്ന സ്ഥലത്താണ് ഫ്രാങ്കിനെ അടക്കം ചെയ്തത്. The girl's eyes were filled with the tears as she spoke. ഈ കാര്യം പറയുമ്പോഴേക്ക് ആ പെൺകുട്ടിയുടെ കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണുനീര് വീണുകൊണ്ടിരുന്നു. When I go to that part of the country, I shall visit your brother's grave and write to you. ഇപ്പൊ ഞാൻ പറഞ്ഞു, when I go to that part of the country, ഞാൻ അവിടെ ചെല്ലുമ്പോഴേക്ക് I shall visit your brother's grave. എന്റെ ബ്രദറിന്റെ ഗ്രേവ്, ശവകുടീരം ഞാൻ സന്ദർശിക്കാം എന്നൊക്കെ ഞാൻ കേട്ടു. It won't be troublesome for you or inconvenient? Maggie asked. ഇപ്പൊ മാഗി ചോദിച്ചു, It won't be troublesome for you. ഇത് താങ്കൾക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കില്ലല്ലോ അല്ലെ? Or inconvenience ഒന്നും ഉണ്ടാക്കില്ലല്ലോ? Why should it be? എന്തിനങ്ങനെ? Darakhasi Khan is not very far from where I shall be. എന്തായാലും Darakhasi Khan ഞാൻ അവിടെ നിൽക്കുന്നൊന്നും ഒരുപാട് ദൂരെയൊന്നും ആയിരിക്കും. Will it be certainly be possible for me to go there someday? ഞാൻ ഒരു ദിവസം എനിക്ക് അവിടെ പോകുന്നില്ല, എനിക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാകും. I will write and tell you about it. ഞാനിത് അവിടെ ചെന്നിട്ട് എഴുതാം, വിശദമായിട്ട് ഞാൻ എഴുതാം. Maggie's face was filled with the gratitude of മാഗിയുടെ മുഖം നന്ദി കൊണ്ട്. As she thanked me, her voice choked. എന്നോട് നന്ദി പറയുമ്പോഴേക്ക് അവളുടെ ശബ്ദം ഇടറി. She took a shilling out of her pocket and put it down on the table in front of me. ഒരു shilling അവളുടെ പോക്കറ്റിൽ നിന്ന് എടുത്ത് എന്റെ മുന്നിൽ വെച്ചിട്ട്, Please buy flowers with this shilling when you go. താങ്കൾ പോകുമ്പോഴേക്ക് ഈ ഷില്ലിംഗ് കൊണ്ട് പൂക്കൾ വാങ്ങിച്ചിട്ട് എന്റെ ബ്രദറിന്റെ ശരീരത്തിൽ lay down and lay them on my brother's grave for me. എനിക്ക് വേണ്ടിയിട്ട് ഈ പൂക്കൾ താങ്കൾ എന്റെ ബ്രദറിന്റെ ശവകുടീരത്തിൽ വയ്ക്കുക. In my emotion, I lowered my eyes. ഞാൻ ആ ഒരു സിറ്റുവേഷൻ ഞാൻ എന്റെ കണ്ണുകൾ ഇങ്ങനെ പതുക്കെ. The child had earned this shilling with 2 months. എനിക്കറിയാം ഈ പെൺകുട്ടി ഈ ഒരു ഷില്ലിംഗ് നേടിയെടുക്കണമെങ്കിൽ എന്തുമാത്രം ബുദ്ധിമുട്ടണമെന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. I felt like returning it to her, explaining that in her country
flowers grow in great profusion and do not have to be purchased. എനിക്ക് ആ പെൺകുട്ടിയോട് പറയണമെന്നുണ്ടായിരുന്നു, ആ ഷില്ലിംഗ് ആ പെൺകുട്ടിക്ക് കൊടുത്തിട്ട് ആ പെൺകുട്ടിയോട് എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. എക്സ്പ്ലൈനിങ് ദാറ്റ് അവർ കൺട്രി, നമ്മുടെ രാജ്യത്ത് ഫ്ലവേഴ്സ് ഗ്രോ ഇൻ ഗ്രേറ്റ് പ്രൊഫ്യൂഷൻ, ഒരുപാട് പൂക്കളുണ്ട് എന്നും, ആൻഡ് ഡു നോട്ട് ഹാവ് ടു ബി പർച്ചേസ്ഡ്, പൈസ കൊടുത്ത് പൂക്കൾ വാങ്ങേണ്ട കാര്യമില്ല എന്നും ആ പെൺകുട്ടിയോട് എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. നോക്കൂ, പക്ഷെ ഞാനൊന്ന് ചിന്തിച്ചു, വളരെ കൺസിഡേർഡ്. Why should I deprive her of the joy this sacrifice would give her? All that this shilling could have given her, she was foregoing for the love of her brother. The joy of doing it was beyond all price. The grief in her heart would be eased a little. What would it do to deprive her of it? I picked up the shilling. Maggie, I said, I shall use this shilling to buy flowers and put them on your brother's grave. But I reconsider. ഞാനവിടെ റീകൺസിഡർ എന്താണ്? What should I deprive her of the joy this sacrifice would give her? ഞാനായിട്ട് എന്തിന് മാഗിയുടെ ആ ഒരു സന്തോഷം ഇല്ലാതാക്കണം? അല്ലെ, മാഗി തന്റെ സമ്പാദ്യത്തിൽ നിന്ന് ഒരു ഷില്ലിംഗ് എടുത്ത് തന്നിട്ട് അതുകൊണ്ട് പൂക്കൾ വാങ്ങി അർപ്പിക്കുവാനായിട്ടാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. All that shilling could have given her, she was foregoing for the love of her brother. തന്റെ ബ്രദറിനോടുള്ള സ്നേഹമാണ് അതവിടെ വെളിവാക്കുന്നത്. അപ്പോ അതുകൊണ്ട് പൂക്കൾ വാങ്ങി അർപ്പിക്കുന്നു എന്ന് അവൾക്ക് അറിയുമ്പോൾ അവൾക്ക് കിട്ടുന്ന ആ ഒരു സന്തോഷം, the joy of doing it was beyond all price. ആ കിട്ടുന്ന സന്തോഷം എന്ന് പറയുന്നത് എല്ലാ പൈസകൾക്കും എല്ലാ മൂല്യത്തിനും അതീതമാണ് എന്ന് ഞാൻ ചിന്തിച്ചു. The grief in her heart would be ceased. അവൾ ഇത് അർപ്പിച്ചു എന്നറിയുമ്പോ അവൾക്ക് മനസ്സിന് ആശ്വാസം കിട്ടുന്നെങ്കിൽ, അവളുടെ ഗ്രീഫിന്, അവളുടെ വിഷമത്തിന് ആശ്വാസം കിട്ടുന്നെങ്കിൽ അതായിക്കോട്ടെ എന്ന് ഞാൻ ചിന്തിച്ചു. വാട്ട് വുഡ് ഇറ്റ് ബി ഡിപ്രൈവ് ഹർ ഓഫ് ഇറ്റ്? ഇതിനേക്കാൾ അവളുടെ ദുഃഖം ഒന്ന് അലിവിയേറ്റ് ചെയ്യാനുള്ള വഴി വരുന്നില്ല. ഐ പിക്ഡ് അപ്പ് ദ ഷില്ലിംഗ്. ഞാൻ ആ ഷില്ലിംഗ് കൊടുത്തു. മഗി, I said, I shall use this shilling to buy flowers and put them on your brother's grave. തീർച്ചയായിട്ടും ഞാൻ ഈ ഷില്ലിംഗ് കൊണ്ട് പൂക്കൾ വാങ്ങി നിന്റെ ബ്രദറിന്റെ ശവകുടീരത്തിൽ അർപ്പിക്കാം. ഞാൻ താങ്കളോട് എങ്ങനെയാ നന്ദി പറയണ്ടേ? She said, now it is time for me to go to work. എനിക്ക് ജോലിക്ക് പോകാനുള്ള സമയമായി. Goodbye. Remember to write. Okay, goodbye. മറക്കാതെ എഴുതണേ. I got up and took her hand in mine. ഞാൻ പതുക്കെ അവളുടെ കൈയെഴുത്തിന്റെ കയ്യിലേക്ക് വെച്ചു. Goodbye, Maggie. God bless you. Goodbye, Maggie. God bless you. നിന്നെ ദൈവം അനുഗ്രഹിക്കട്ടെ. I said and pressed her hand to my lips. Maggie left. I said and pressed her hand to my lips. ഞാൻ എന്റെ ചുണ്ടിലേക്ക് എടുത്ത് ചുക്കൊരു കൈകളിലേക്ക് ഒരു ചുണ്ടു. Maggie left. I wiped a tear or two from her eyes and went upstairs to pack my bags. ഞാൻ അവിടെ മാഗി പോകുന്നത് നോക്കി ഞാൻ ഇതിന് നിന്നു. ആ സമയം ഒന്നോ രണ്ടോ തുള്ളി കണ്ണുനീര് ഇങ്ങനെ താഴേക്ക് വീണുണ്ടായിരുന്നു. ഞാൻ ആ കണ്ണുനീര് ഇങ്ങനെ തുടച്ചിട്ട് മുകളിലേക്ക് പോയി എന്റെ ബാഗ്സ് ഒന്ന് പാക്ക് ചെയ്യുവാനായിട്ട്, അല്ലെ, ഇന്ന് വൈകുന്നേരം മുമ്പ് എനിക്ക് ഇവിടുന്ന് പോകുന്നു. ഞാൻ എന്റെ ബാഗ് ഒന്ന് പാക്ക് ചെയ്യുവാനായിട്ട് ഞാൻ ആ ചിന്തയിൽ നിന്ന് വിട്ട് മുകളിലോട്ട് പോവുകയും മാഗി അവളുടെ വർക്കിന് പോവുകയും ചെയ്തു. അല്ലെ, ഒരു സാഡ് എൻഡിങ് ആണ്. അപ്പോ ഇതാണ് നമ്മുടെ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് പറഞ്ഞ ചാപ്റ്റർ. ഈ ചാപ്റ്റർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ടെക്സ്റ്റ് എടുത്തിട്ട് നന്നായി വായിച്ചു നോക്കുക. ഇന്നിപ്പോ എടുത്ത ഭാഗം ഞാൻ ഒന്നുകൂടി നിങ്ങൾക്ക് വായിച്ചു തരാം. ശ്രദ്ധിച്ച് കേട്ടോണേ. ഓക്കെ. We tiptoed carefully into the sitting room lest the sound of our footsteps should disturb the sick woman. I turned when I reached the center of the room and remained standing there. What is it, Maggie? I repeated my question. Maggie gazed up into my face with her beseeching eyes. I waited. Then she covered her face with her hands and wept silently. I was in a fix. What could I say to console this child? Her brother was fighting on the frontier. Only God knew whether he was alive or dead. Her mother was the only person she had on her. If she lost her, what would happen? Where in London would this girl on the threshold of adolescence go? I pulled her hands away from her face. Maggie, tell me, what do you wish me to do? If there is anything I can do to help you, I shall not hesitate. Mr. Gupta, the girl said, I do not know what you will think of the request I am going to make. Please forgive me if it is very, very wrong. What is it? What do you wish to ask?
All day yesterday, mother kept saying that if Mr. Gupta would come and gaze into the crystal, he may learn something about Frank. Mr. Gupta is a Hindu, she said. If only he would come, she said. That is why I wrote to you. If you want me to try once more, go and bring me the ring, Maggie. Of course I will do it. But if you don't see anything again this time, I understood what Maggie meant. I was silent. Mr. Gupta, I have read in books that Hindus are extremely truth-loving. If you could bring yourself to tell mother only once after looking into the crystal that Frank is alright, that he is alive, will it be too much for a lie? Will it be very, very wrong? As she spoke, tears streamed from her eyes. I thought it over. I am not very virtuous. I have done my sinful things, so I decided to do this. It would be the least of my offenses. Please, Maggie, don't cry. Where is the ring? Let me take a good look at it this time. If you do not see anything, I shall do as you suggest. God will forgive me if it is wrong. Maggie brought me the ring. I took it and said, see if your mother is awake. 15 minutes passed before Maggie came back. Mother is awake, she said. I have told her you are here. May I see her now? Please come. I approached the mother's bedside. The ring was in my hand. Wishing her a good morning, I said, Mrs. Clifford, your son is alive. He is well. The old woman raised her hand a little off the pillow. Did you see that in the crystal? She asked. Yes, Miss Clifford, I answered without any hesitation. I have seen it. Her head dropped back. Tears of happiness well from her eyes. She whispered faintly, God bless you, God bless you. Miss Clifford recovered. It was almost time for me to return to my country. I wished to go to the Lambeth to say goodbye to Maggie and her mother. But the family was in mourning. Frank had been killed in the fighting on the frontier a month ago. Maggie had sent me a card with a black border. I calculated from the date and found that Frank had been dead some days when I told her mother he was alive and well. I felt ashamed to face Miss Clifford, so I wrote a letter to them announcing my departure and bidding them goodbye. The morning of my last day in London dawned. I was to leave before night. As I was breakfasting with the family, there was a knock at the door. A minute or two later, the maid came in and announced, Please, Mr. Gupta, Miss Clifford has come to see you. My breakfast was unfinished. Maggie had come to say goodbye, lest she be late for office because of me. I took the permission of my hostess and got up from the table. Maggie was standing in the hall. She was wearing black. I took her into the adjoining library and made her sit down. Are you leaving today? She asked. Yes, Maggie. Today is the day of my departure. How long will it take you to reach your country? A little more than 2 weeks. In what part of the country do you live? I have entered the Punjab Civil Service. I shall not know exactly where I am posted until I arrive there. Is the frontier very far from there? No, not very. Frank is buried at Fort Monroe near Darakasika. The girl's eyes were filled with the tears as she spoke. When I go to that part of the country, I shall visit your brother's grave and write to you. It won't be troublesome for you or inconvenient? Maggie asked. Why should it be? Darakasika is not very far from where I shall be. It will certainly be possible for me to go there someday. I will write and tell you about it. Maggie's face was filled with gratitude. As she thanked me, her voice choked. She took a shilling out of her pocket and put it down on the table in front of me, saying, Please buy flowers with this shilling when you go, or lay them on my brother's grave for me. In my emotion, I lowered my eyes. The child had earned this shilling with too much soil. I felt like returning it to her, explaining that in our country flowers grow in great profusion and do not have to be purchased. But I reconsidered. Why should I deprive her of the joy in this sacrifice she would give her? Or that this shilling would have given her, she was foregoing of the love of her brother. The joy of doing it was beyond our price. The grief in her heart would be erased a little. What good
Would it do to deprive her of it? I picked up the shilling. Maggie, I said, I shall use the shilling to buy flowers and put them on your brother's grave. Maggie stood up. How can I thank you? She said. Now it is time for me to go to work. Goodbye. Remember to write. I got up and took her hand in mine. Goodbye, Maggie. God bless you. I said and pressed her hand to my lips. Maggie left. I wiped a tear or two from her eyes and went upstairs to pack my bags. ഇതാണ് നമ്മൾ ഇന്ന് പറഞ്ഞു നിർത്തിയ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ്. അപ്പൊ ഇതിന്റെ നോട്ട്സ് ഞാൻ അടുത്ത ദിവസം സെൻഡ് ചെയ്ത് തരാം. അപ്പൊ കൃത്യമായിട്ട് ആ നോട്ട്സ് കൊടുത്ത് വായിച്ചു നോക്കുക. ചാപ്റ്റർ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, വീണ്ടും ഒരു പുതിയ ചാപ്റ്റർ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. ഓക്കെ, സ്റ്റേ ഹോം.